ഹായ് വെൽക്കം ടു BBA. കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോട്ടാ. ഇന്ന് അപ്പം പൊളിച്ചെടുക്കാൻ പോലെ പൊളിച്ചെടുക്കാൻ പോണ പുതിയ ഓഫർ. എന്താണ് പുതിയ ഓഫർ എന്ന് പറയാൻ പോകണ്ട. അപ്പൊ എന്താണ് ഓഫർ എന്ന് പറഞ്ഞാൽ ഞെട്ടാൻ പോണ്. S25 Ultra, S24 Ultra, ഐഫോൺ എല്ലാത്തിനും ഓഫർ വലിയൊരു പ്രതീക്ഷ കൊടുക്കണ്ട. അതെ കുറഞ്ഞിക്ക കൂടിയേ ഇപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ ഇനി നമുക്ക് പെട്ടെന്ന് ഈ കാണുന്ന സ്റ്റോക്കെല്ലാം ഉണ്ട്. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് വാങ്ങിട്ട് പോവാം. എല്ലാ ആഴ്ച ഇനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഞാൻ കഴിഞ്ഞ വീക്കിലെ പറഞ്ഞ കാര്യമാണ്, ഐഫോണിന്റെ എല്ലാ പ്രൊഡക്റ്റും ഐഫോണിൽ ആപ്പിളോ ഏതായാലും നിങ്ങൾക്ക് വരുന്നതൊക്കെ TDR മാത്രമേ ഇനി അങ്ങോട്ട് ഭാവിയിൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. വേറെയുള്ള കൺട്രിയിലെ സാധനം ഒക്കെ ഇവിടെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സാധനം മാർക്കറ്റിൽ ഷോർട്ടായി തുടങ്ങി. വാങ്ങാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, സാധനം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉള്ള സാധനത്തിന് വില കൂടുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വില കൂടും. നമുക്ക് ഇത്രയും ഇപ്പൊ ശരിക്കും ആപ്പിൾ സ്റ്റോറായിട്ട് നമ്മളായിട്ട് 1000 ദിർഹംസിന്റെ അടുത്തോളം ഡിഫറൻറ്റ് വരുന്നുണ്ട്. അതിന് മാറും. ഇനി ഒരു അത്രത്തോളം വരില്ല, ഒരു 500-600 ദിർഹംസിന്റെ. അപ്പൊ ഐഫോണും S24 Ultra ഒക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ വേഗം മേടിച്ചോ എന്നാണ് പറയുന്നത്. കാരണം ഞങ്ങളായിട്ട് ചെയ്യുന്നല്ല, നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ലെവലിലാണ്. കാരണം ഇവിടുത്തെ നിയമത്തിലാണ്. കാരണം ഒരു ബാക്കി നിയമം കാര്യം സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ബാക്കി കണ്ണിലെ സാധനം വരാണ്ടെടുക്കുമ്പോൾ സാധനം ഷോർട്ടാവും. സാധനം ഷോർട്ടാകുമ്പോൾ ചെയ്യുക, അതിന് ഡിമാൻഡ് ആകുമ്പോൾ വില കൂടും. അതാണ് ഇനി മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത്. അവിടെ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമായിട്ട് തോന്നില്ല. ഐഫോൺ 17 ഒക്കെ ഇറങ്ങുമ്പോൾ എന്താ ലെവല് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതി എന്താ നോക്കാം, വരുന്നത് വെച്ച് നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ അല്ലേ. ഓക്കെ, ആദ്യം നമുക്ക് ആരൊക്കെ കമന്റ് അടിച്ച് നോക്കിയാലോ. കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെ കമന്റ് അടിച്ചിട്ട് വേറെ ലെവലാക്കി നോക്കാം കഴിഞ്ഞ പ്രാവശ്യം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മള് ഒരു 5 പേരെ തിരഞ്ഞെടുക്കാറുണ്ട്. 5 പേരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഓഫർ അല്ലേ. 5 പേരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു പറഞ്ഞു. 5 പേരെ ഇപ്പൊ ഈ വീഡിയോയിൽ തിരഞ്ഞെടുക്കും. ആർക്കൊക്കെ സ്മാർട്ട് വാച്ച് കിട്ടി നോക്കാം. അപ്പൊ നമ്മൾ അഷ്കറിങ്ങനെ ഫോൺ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ എവറസ്റ്റ് സിറ്റിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യൂസർ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും പഴയ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കിഡില്ല ഓഫറിൽ തരും. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളത് പറയാൻ പോകുന്നത് പുതിയ ഫോണുകളുടെ പ്രൈസാണ് പറയാൻ പോകുന്നത് അല്ലേ. കിട്ടിയ ഓക്കെ ഡൺ. പറ്റണ്ടേ കൊട്ടിക്കാൻ നമുക്ക്. ഇവാ ഫോൺ കാണിക്കുമ്പോൾ സ്ക്രീനിൽ ഫോണിന്റെ പേരും പ്രൈസ് GB ആണ് എഴുതി കാണിക്കും. പറ്റുമെങ്കിൽ ചെയ്യൂ ബ്രദർ കൊണ്ട് 48 ഉണ്ട്. അതായത് GHK 596 596 ഒരു അഡ്വൈസ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ പ്രൈസും തോന്നുന്നു എഴുതി കാണിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് എന്തായാലും നോക്കാം, എന്തായാലും നോക്കാം, ശ്രമിക്കാല്ലേ. പക്ഷേ നമ്മളെന്താ വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആ പറയണത് നിങ്ങൾ കറക്റ്റായി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ തരും. ചില സമയത്ത് ഞങ്ങൾ അഷ്കർക്ക് 1300 പറഞ്ഞാൽ ചിലപ്പോൾ 350 പറയാറുണ്ട്. ചില ആൾക്കാർ കമന്റ് ചെയ്താറുണ്ട്. എവിടെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അഷ്കർക്ക് 1300 പറഞ്ഞു, BB 1350 പറഞ്ഞിട്ടുണ്ട്. ആ കമന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇത് കൊടുക്കായിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ സ്റ്റാർട്ട്. അപ്പോൾ എന്തായാലും മൂപ്പര് അഡ്വൈസ് നമ്മൾ എന്തായാലും സ്വീകരിച്ചിട്ട് 48 ലൈക്ക് ഉണ്ട് കേട്ടോ. ആൾക്ക് മൂപ്പർക്ക് 48 ലൈക്ക് ഉണ്ടെന്നൊക്കെ പറയാം. മൂപ്പരിന് വാച്ച് കൊടുത്താലും അതെ, എന്തായാലും മൂപ്പരിക്കാൻ ഇരിക്കട്ടെ. ആദ്യത്തെ വാച്ച് 48 ലൈക്ക് ഉണ്ട്, നല്ലൊരു അഡ്വൈസ് ആയത് മൂപ്പരിക്കാൻ ആദ്യത്തെ വാച്ചിട്ടാ. വീഡിയോ സ്റ്റാർട്ട്. കഴിഞ്ഞ വീട്ടിൽ എനിക്ക് ലൈക്ക് അടിച്ച എല്ലാവർക്കും താങ്ക് യു. 38 ലൈക്ക്. ഈ വാച്ച് വാങ്ങാൻ ഞാൻ ദുബായിൽ പോകേണ്ടി വരുമോ എന്ന് വെച്ചാൽ ഷാഫി കൊണ്ടോട്ടിട്ടാ. കഴിഞ്ഞ വീഡിയോയില് ഷാഫി കൊണ്ടോട്ടി കിട്ടിയിട്ടുണ്ട്. അത് മൂപ്പര് കമന്റ് അടിച്ചു. അത് ഭയങ്കര കാര്യം. അതുപോലെ തന്നെ വേറെ ചങ്ങായി കഴിഞ്ഞ നമ്മൾ ഒരു ഗിഫ്റ്റ് പറഞ്ഞല്ലോ, ഒരു ഹോം ചെറുത് കൊടുക്കാന്ന്. ആ മിനി ഹോം തിയേറ്റർ വാങ്ങാൻ വേണ്ടി ആള് വന്നിട്ട്, പക്ഷെ ആള് നാട്ടിൽ നിന്നാണ് കമന്റ് അടിച്ചത്. നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് അയാൾക്ക് കിട്ടിയ. അപ്പൊ അയാൾ വന്നിട്ട് ഹോം തിയേറ്റർ വാങ്ങാൻ വന്നു. പക്ഷെ അതിന്റെ 2 വീക്സ് മുന്നേ ആള് ഇതേപോലെ കമന്റ് ഇട്ടപ്പോ തെരഞ്ഞെടുത്തതും അയാൾ തന്നെയാണ്. ഒരു വാച്ച് വാങ്ങി അങ്ങനെ ഇതും തെരഞ്ഞെടുത്തിട്ടാ പോയത്. പക്ഷെ അയാളെ 2 വീക്സ് മുന്നേ ആണ് നമുക്ക് കമന്റ്. നമ്മൾ പിന്നെ പറഞ്ഞത് ആദ്യം നോർമലായിട്ട് തെരഞ്ഞെടുത്താണ്. പിന്നെ നമ്മളൊരു ഓഫർ കൊടുത്തു കഴിഞ്ഞ വീക്കില്. ഏറ്റവും കൂടുതൽ കമന്റ് ലൈക്ക് കിട്ടുന്ന ആൾക്ക് കൊടുക്കും. അതിലും നോക്കുമ്പോൾ പുള്ളിക്ക് കിട്ടിയത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആള് വന്നിട്ടില്ല, ആള് വേറെ ആളെ പറഞ്ഞു വാങ്ങിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഇതിലുണ്ട്, നമ്മൾ ഇത് കാണിക്കുന്നതായിരിക്കും. അതെ, അപ്പൊ 4190 ഫോണിന് 15 ദിർഹം കുറച്ചിട്ട് തമ്പനയിൽ വില കുത്തനെ താഴോട്ട് എന്ന് അത് കലക്കി. 15 അല്ല 20 അല്ല 50 ദിർഹം കുറച്ചാലും നമ്മള് ഇങ്ങനെ വില കുറച്ച് ഇങ്ങൾക്ക് തരണ്ട. പക്ഷെ 15 ദിർഹം അല്ലെങ്കിൽ ചില സമയത്ത് 100-200 ദിർഹം കുറയണം പറയാറുണ്ട്. നമ്മൾ അപേക്ഷിച്ച് കുത്തനാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വീക്കിലെ വില അപേക്ഷിച്ചിട്ടല്ല കുത്തനാന്ന് പറയുന്നത്. ആപ്പിൾ സ്റ്റോറിൽ നിങ്ങൾക്ക് 5100 സാധനം ഇവിടെ വരുമ്പോൾ 4150 ആകുമ്പോൾ 950 ദിർഹംസിന് വ്യത്യാസമായി. അപ്പൊ അത് നല്ലൊരു വില കുറവാണ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ മെന്റാലിറ്റി തന്നെ കാണാം. കാരണം നമുക്ക് എല്ലാ ആഴ്ച 50-100 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ആഴ്ചയോടെ നമ്മൾ പൈസ 100 രൂപയ്ക്ക് സാധനം കിട്ടേണ്ടി വരും. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, വില കുത്തനെ താഴോട്ട് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ, ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ ചില ഫോണുകൾക്ക് ഇപ്പോൾ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു 2-3 ഫോണുകൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ കൊണ്ടുവരാണ്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോ തന്നെ പ്ലസും ഏതോ പ്രോയും എല്ലാം 3-4 സാധനത്തിന് സ്പെഷ്യൽ ഓഫറിൽ പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രൈസ് തന്നെ ഓഫറിൽ കിട്ടും. എന്തായാലും പറഞ്ഞ മൂപ്പരക്ക് തന്നെ ഇരിക്കട്ടെ ഒരു വാച്ച്. ഇസാ ചോക്കി
2332 ട്ടാ മൂപ്പർക്ക് ഇരിക്കട്ടെ. അപ്പൊ 3 വയസ്സായില്ലേ? ഇപ്പൊ 3 വയസ്സായില്ലേ? 3 ഓക്കെ. അപ്പോൾ വേറെ BB ഐ ആം ഫോളോയിങ് യു ഫോർ ഇയേഴ്സ് ആൻഡ് യെറ്റ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. TDR ആണെങ്കിൽ ന്യൂ ബോക്സ് പീസ് ഫോൺ അവിടെ 2 days യൂസ് ചെയ്താൽ ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓർ കൺട്രി ലോക്ക് വീഴോ? S24 Ultra ആണ് വാങ്ങാൻ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട് അരുൺ സെബിൻ കുറേ ആയിട്ട് നമ്മുടെ വീഡിയോ ലോക്ക് വരില്ല. അത് നിങ്ങൾക്ക് ധൈര്യത്തിലാകാം. TDR ഒക്കെ ലോക്ക് വരില്ല. ലോക്ക് വരുന്നുണ്ട്. അത് ലോക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ കട്ട ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ചില ആൾക്കാർ പറ്റിക്ക് പോയി വാങ്ങുക, എന്നിട്ട് അവിടെ പേയ്മെന്റ് ചെയ്യാതെ കട്ടിട്ട് അങ്ങനെ ഷോപ്പിൽ കൊണ്ടുപോയി വിൽക്കുക. അങ്ങനത്തെ ഒക്കെ ചില ഫോണുകൾ വരുന്നുണ്ട് ഒറ്റപ്പെട്ടത്. അതൊന്നും വളരെ റയറാണ്. അങ്ങനത്തെ പ്രശ്നം TDR ഒക്കെ ഇല്ല. പിന്നെ റയർ ഇല്ലാന്നൊന്നും പറയുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളും പല സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു 1000 ലക്ഷത്തിൽ ഒന്ന് എന്ന് പറഞ്ഞ അങ്ങനത്തെ കേസുകളുണ്ട്. അത് കട്ട ഫോൺ അങ്ങനത്തെ ഒക്കെയാണ്. അതിന് കട്ട ഫോൺ എന്ന് പറയുക. അതായത് നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തിസലാത്തിൽ നിന്ന് ഡൂന്നൊക്കെ നമ്മൾ ഇൻസ്റ്റാൾമെന്റിന് ഫോൺ എടുക്കും. എന്നിട്ട് എന്തൊക്കെ പൈസ കെട്ടാതെ അത് വേറെ ഷോപ്പിൽ വിറ്റിട്ട് അവർ നാട് വിടും. അപ്പൊ അങ്ങനെയുള്ള ഫോണുകൾ എന്താക്കുക, അവര് പേയ്മെന്റ് വരാൻ എടുക്കുമ്പോൾ ഒരു 5 മാസം 6 മാസം ഒക്കെ കഴിയുമ്പോൾ അവർ ചെറിയ ഫോണുകൾ ലോക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റിന് പൈസ കൊടുത്തു വന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ കൊടുത്ത് നിങ്ങളും നമ്മളടുത്ത് പൈസ കൊടുത്തു വന്നതാണ്. അങ്ങനത്തെ വിഷയം കാര്യങ്ങൾ വന്നാൽ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പരിഹരിച്ചു ചെയ്യും. അതെ. അപ്പൊ അരുൺ സെബിൻ 3935 ആണ് ചോദിച്ചേട്ടാ. അപ്പൊ മൂപ്പര് കുറെ ആയിട്ട് നമ്മുടെ ഫോളോവേഴ്സ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ മൂപ്പരെ ക്വസ്റ്റ്യൻ ഇതാണ്, S24 Ultra ആണ് മൂപ്പര് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ കൺട്രിയിൽ 2 ദിവസം യൂസ് ചെയ്യണോന്നാണ് ചോദിച്ചത്. ദുബായിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യം, ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല. പരമാവധി ഞാൻ എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ ഷോപ്പിൽ നിന്ന് എവിടുന്ന് സാധനം എടുക്കുമ്പോഴും നിങ്ങളൊരു മൊബൈൽ വാങ്ങും, അത് ഓപ്പൺ ആക്കി നോക്കി ആക്റ്റീവ് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുപോയി. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് എന്തെങ്കിലും വർക്കിംഗ് ഇഷ്യൂ ഉണ്ടോ, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ബോക്സ് ഒക്കെ ഓക്കെയാണ്. ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് ബോക്സ് വരുമ്പോൾ ഈ പ്രസ് ആയി കഴിഞ്ഞാൽ താഴെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബോക്സിന്റെ അകത്താണ്, അവിടെ ഒന്നും ഇല്ലാതെ ചിന്തിക്കരുത്. നിങ്ങൾ പരമാവധി ഓപ്പൺ ആക്കിയിട്ട് ചെക്ക് ചെയ്ത് കൊണ്ടുപോകും. ഇവിടുന്ന് നല്ല എവിടുന്ന് പോകാം. കാരണം അത് ഒന്നും കൂടി നല്ലതാണ്. നിങ്ങൾ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് നല്ലത്. നിങ്ങൾ ഇവിടുന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. ഇനി പുറത്തുനിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആയതാണോ നമ്മൾ സംശയിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ചങ്ങ എന്നെ പറ്റിച്ചല്ലോ എന്നുള്ള രീതി വരും. അതിനൊന്നും ആവശ്യം നിങ്ങൾ ഷോപ്പിൽ തന്നെ സാധനം എടുക്കും, പരമാവധി ഓപ്പൺ ചെയ്ത് എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബെറ്റർ. അതെ. അപ്പൊ പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ബോക്സ് പീസായിട്ട് കൊണ്ടായാലും പ്രശ്നമൊന്നുമില്ല. കൊണ്ടായാലും പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതാണ് ചോദിച്ചത്. കാരണം വാറന്റി ഉള്ള സാധനമാണ്. പക്ഷേ വാറന്റിയുള്ള വേറുണ്ട്. ഇപ്പൊ വാറന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജിന് വാറന്റി കിട്ടൂല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളിപ്പോ ഒരു ഫോണുമായി നിങ്ങൾ പുറത്തുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഡാമേജ് ആണെന്ന് കൊണ്ടുവന്നാൽ അതിന് വാറന്റി കിട്ടൂല. കാരണം വാറന്റി എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറിന് ഒരിക്കലും വാറന്റി കമ്പനി കൊടുക്കുന്നില്ല. ഞങ്ങളല്ല, കമ്പനിയാണ് തരേണ്ടത്. കമ്പനി നിങ്ങൾക്ക് ഹാർഡ്വെയർ, ആപ്പിൾ ആയാലും സാംസങ് ആയാലും ഒരു കമ്പനി എവിടുന്ന് എടുത്താലും ബോക്സ് വീണിട്ടുണ്ടോ ഇല്ലയോ അറിയില്ല, അറിയില്ല. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകം വന്ന ഷോപ്പിൽ തന്നെ നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കുന്നത് നല്ലതാണ്. നോട്ട് ചെയ്തോട്ടാ. കാരണം അത് പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ ബൈ ചാൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ 1000 അല്ലെ 1 ലക്ഷത്തിലൊക്കെ 1 or 2 അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഡാമേജ് ആയിക്കാം, പ്രസ് ആയിക്കാം, ചിലപ്പോൾ ഡാമേജ് ഉണ്ടാവും. അങ്ങനെ ഡാമേജ് കാര്യം നമുക്ക് ഇവിടെ ക്യാമറയും കാര്യമൊക്കെ ഉണ്ട്. ആ ക്യാമറ ഡീറ്റെയിൽസ് അടക്കം നമ്മൾ എന്താക്കും കൊണ്ടു കൊടുക്കും. അതോ അവരോട് പറയും ഇങ്ങനെ സംഭവമാണ്, അപ്പോൾ വീഡിയോ കാണിച്ചു കൊടുക്കും. വീഡിയോ കാണിച്ചുമ്പോൾ ഓക്കെ അവർ വേറെ പീസ് തരും. അത് നിങ്ങൾ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അതെ. അപ്പൊ അതിന്റെ ഡൗട്ട് കഴിഞ്ഞില്ല. അപ്പൊ 3 വാച്ചായിട്ടാ. പിന്നെ അതുപോലെ അടുത്ത കമന്റ്, എവറസ്റ്റ് കൊടുമുടി പോലെ ഉയരങ്ങൾ കീഴക്കട്ടെ ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞിട്ട് അനൂപ് കനാറത്തിന് ഇരിക്കട്ടെ വാച്ച്. അപ്പൊ 4 അത് വേറെ കാര്യം. താങ്ക്സ് എവറസിറ്റി മൊബൈൽ BB വ്ളോഗ്സ് ആൻഡ് അഷ്കർക്ക. എനിക്കാണ് ഈ വീഡിയോ ഗിഫ്റ്റ് മ്യൂസിക് സിസ്റ്റം കിട്ടിയത്. എന്റെ കമന്റ് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. ഞാൻ നാട്ടിലാണല്ലോ, എന്റെ ഫ്രണ്ട് കളക്ട് ചെയ്യുന്നൊക്കെ S24 Ultra എടുത്തു ഫോൺ എടുത്തുട്ടോ ബ്രോ. അപ്പൊ എന്തായാലും താങ്ക് യു ബ്രോ. S24 Ultra ബ്രോ ഒരു വാച്ചും ഒരു മ്യൂസിക് സിസ്റ്റം രണ്ടും കിട്ടിയത്. പക്ഷെ S24 Ultra എടുത്തില്ലേ? ഫോൺ എടുത്തു. പക്ഷെ അയാൾക്ക് വാച്ചും കിട്ടി. അപ്പൊ ഈ കാണുന്നവരൊക്കെ നിങ്ങൾ കമന്റ് അടിച്ചോട്ടോ. പ്രവീൺ പ്രഭാകർ എന്ന് പറഞ്ഞ ബ്രോ ആണ് അത്. അപ്പൊ എന്തായാലും കലക്കി. BBയുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഫോൺ വാങ്ങിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നു. ഒടുവിൽ ഇന്നലെ വന്ന് വാങ്ങിച്ചു S24 Ultra ആൻഡ് 15 Pro മേടിച്ചതാണ്. 2 ഫോൺ മേടിച്ചതാണ്. അപ്പൊ മൂപ്പര് 2 ഫോൺ എന്തായാലും മേടിച്ചു. ഇനിയിപ്പോ എന്തായാലും പിന്നല്ലേ വരുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും അടുത്ത ആൾക്ക് കൊടുക്കാം. നിങ്ങളുടെ വീഡിയോസ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു പടായിക്കാരനാണെന്ന് തോന്നുന്നു. പടായിക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ? താങ്ക് യു സോ മച്ച് BB വ്ളോഗ്സ്. ഇൻഷാല്ലാ എന്നുണ്ട്. പൊന്നൂസ് വേൾഡ് ഒരു ഒരു ലേഡീസിന്റെ ചാനലാന്ന് തോന്നുന്നു അല്ലേ? പൊന്നൂസ് വേൾഡ് 786 ഇരിക്കട്ടെ ഒരു സ്മാർട്ട് വാച്ച് ഇട്ടാ. അപ്പൊ 5 ആൾക്ക് സ്മാർട്ട് വാച്ച് കൊടുത്തിട്ടുണ്ട് നമ്മള്. അപ്പൊ എല്ലാവരും സന്തോഷം. ഗേൾസിന് ലേഡീസിന് ഗിഫ്റ്റ് കൊടുക്കില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ആരാണ് വരുന്നത് മുന്നിൽ അവർക്ക് കിട്ടും. അതുപോലെ ഇതൊക്കെ ആവുമ്പോൾ മുന്നിൽ മേലെ കയറി വെക്കും.
അപ്പൊ അതാണ് നമ്മൾ കൂടുതൽ വായിക്കുന്നത്. അതെ, അപ്പൊ ഇപ്രാവശ്യം അടുത്ത പ്രാവശ്യം നമ്മള് ഇതിൽ ലേഡീസ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തായി ലേഡീസിനും ഒരാളെ പ്രത്യേകം ഒരു പ്രത്യേക ഗിഫ്റ്റ് കൊടുക്കണ്ടായി കേട്ടോ. ലേഡീസ് ആണെന്ന് ജസ്റ്റ് എന്തായാലും പേരോ അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എടുക്കാൻ അത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. സംഭവം കാണില്ലല്ലോ, അവർക്ക് കിട്ടില്ലല്ലോ. ലേഡീസ് ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ല, അവർ കമന്റ് ചെയ്തിക്കോട്ടെ. അതെ, കമന്റ് ചെയ്തിക്കോട്ടെ. അപ്പൊ അങ്ങനെ എല്ലാം കേട്ടോ. അപ്പൊ പറഞ്ഞോക്കെ അപ്പൊ എല്ലാവരും അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ 5 പേരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പൊ അടിച്ചൊളിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ഇതേപോലെ അടിച്ചൊളിച്ച് പോവാ. ഓഫർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ആയിട്ട് പോവാ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, പൊളിച്ചെടുക്കുക. തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. നമ്മുടെ സന്തോഷമാണ് അഷ്ടകാന സന്തോഷം. തുടങ്ങാം. S25 Ultra ഞാൻ പെരുന്നാൾക്ക് അടിപൊളി ഓഫർ കൊടുത്തിരുന്നു. ഇപ്പൊ കൂടി. അയ്യോ, കുറച്ച് കൂടി പറയണ്ട. അധികം കൂടിയില്ല, ചെറിയ കൂടുതൽ. നമ്മൾ ആരോ കമന്റ് ഇട്ടോ 5 റംസ് കൂടി എന്ന് പറഞ്ഞാൽ 5 അല്ല, ഒരു 30 റംസ് കൂടി. 30 റംസ് കൂടി. 30 ദിനം S25 Ultra കൂടി ഇന്ന് വെച്ചാൽ S20 Ultra എത്രയ്ക്ക് കൊടുക്കണം? കൂടിയെന്നല്ല, നമ്മൾ പെരുന്നാൾക്ക് ഒരു ഓഫർ കൊടുത്തപ്പോ അത് അങ്ങനെ ആയി മാറിയതാണ്. എത്രയ്ക്ക് കൊടുക്കണേ? ഇപ്പൊ നമ്മൾ 3350 കൊടുത്തിരുന്നു. 3379. അതെ, 3370. ഇവർ 29 ദിർഹം കൂട്ടിയിട്ടുള്ളൂ. 29 ദിർഹം കൂട്ടിയിട്ടുള്ളൂ. 3379 ദിർഹത്തിന് S25 നല്ല റേറ്റ് ആണ്. ഈ റേറ്റ് ചിലപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്ക് ഈ റേറ്റ് തരാൻ സാധിക്കുമെന്ന് അറിയില്ല. കാരണം വില കൂടുതൽ ഞങ്ങൾ കൂട്ടുന്നില്ല. ഓൾറെഡി മാർക്കറ്റിൽ ഡിമാൻഡ് ആണ്, കൂടുകയാണ്. ഈ ഒരു റേറ്റ് പ്രത്യേകം പറയാം, ഈ ഒരു റേറ്റിൽ എല്ലാ കളറും കിട്ടുകയില്ല. തുറന്നു തന്നെ പറയാലോ, ഈ ഒരു 3 കളർ വരെ കിട്ടും. എല്ലാ 1-2 കളറിന് ഡിഫറെന്റ് റേറ്റ് ഉണ്ട്. ജാസ്റ്റ് ഒന്നും ഒരു 10-50 റംസിന്റെ വ്യത്യാസം വരുള്ളൂ. 3379 ദിർഹം എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ കുറച്ച പ്രൈസ് ആണ്. നമ്മൾ തന്നെ 29 ദിർഹം കൂടി. അതായത് മാർക്കറ്റിൽ ഇവിടുത്തെ തന്നെ അതിന്റെ ഒരു സാധനം ഇല്ലാത്തതിന്റെ സ്റ്റോക്കിന്റെ കാര്യങ്ങളൊക്കെ 3450 അതാ ഞാൻ പറയാൻ 3550 വരെ ഈ മാർക്കറ്റ് റേറ്റ്. അതെ, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ മാർക്കറ്റിൽ വേറെ ഒരു കടയിൽ നിങ്ങൾ ചോദിച്ചാലും വില കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത്രയ്ക്ക് കുറവ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ മാർക്കറ്റിന്റെ ചെറിയൊരു ഇതിൽ 29 ദിർഹം കൂടി. പക്ഷേ നമ്മൾ കൂടിയെന്ന് കുറഞ്ഞു ഒഫീഷ്യലായിട്ട് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ 10,000 ദിർഹം തന്നെ ഇതിൽ കുറവുണ്ടാവും. പിന്നമണിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കുറവുണ്ടാവും. ഓക്കെ, അടുത്ത 512 നമുക്ക് ഒരു 512 നമുക്ക് നല്ല റേറ്റിന് കൊടുക്കാം. ഓഫർ ഉണ്ടെന്നാണ് 512 512 നമുക്ക് ഒരു 4100 പിടിക്കുക. 4100 ദിർഹത്തിന് 512 S25 Ultra 4700 പിടിക്കുക. 4700 ദിർഹത്തിന് S25 Ultra 3 പ്രൈസ് വന്നിട്ടുണ്ട്. TDR പ്രൈസ് ആണ് മക്കളെ, TDR. ഓക്കെ, മുന്നേ ഈ ഒരു സാധനം കൊടുക്കും. എന്താ സംഭവം? കഴിഞ്ഞ വീക്ക് അല്ല എന്താ പറയാ, ചൂടപ്പം പോലെ വിട്ടുപോയ ചൂടപ്പം പോലെ ഗാലക്സി A56 5G പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ ഏറ്റവും ടോപ്പായിട്ട് ഓടുന്നത്. നല്ല ഫോണാണ്, നല്ല ക്യാമറ ആണ്. അതുപോലെ മെറ്റൽ സൈഡ് മെറ്റലാ വരുന്നത്, ബാക്ക് ഗ്ലാസ്സാ വരുന്നത്. നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, ഡിസൈനും ആണ്. അപ്പൊ 1350 റംസിന് 256 GB. 1350 ദിർഹത്തിന് സാംസങ് ഗാലക്സി A56 5G ഫോൺ 256 GB മെമ്മറി. ഇതിന് റാം എത്ര? റാം വരുന്നത് 8 GB റാമും വരുന്നുണ്ട്. 256 8 GB റാം. സാംസങ്ങിന്റെ അതുപോലെ ഐഫോണിന്റെ പ്രത്യേകത 8 6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഉണ്ടാവും. ബാക്കി ഈ പെന്നിലൈൻ മഷിക്ക് തോന്നിയ പോലെ ചെയ്യുന്നല്ല, ഇവർ കറക്റ്റ് എത്രയാണ് പറഞ്ഞത് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോ 5G ഫോൺ, സാംസങ്ങിന്റെ പുതിയ 5G ഫോൺ, നല്ല മെറ്റൽ ബോഡിയുള്ള സാധനം മേടിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് നല്ല കിടില ഫോണാണ്. വെറും 1350 ദിർഹത്തിന് 5G ഫോൺ സാംസങ് പുറത്ത് വെക്കുന്നത് 1500 ദിർഹംസ് ഒക്കെയാണ് ഇപ്പം വെക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മളടുത്ത് കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മൾ ഒരു 50 റംസ് ഡിസ്കൗണ്ട് കൊടുത്തിരുന്നുണ്ട്. അറിയാലോ, 50 റംസ് 1300 വരെ കൊടുത്തിരുന്നു. പെരുന്നാൾക്ക് നമുക്ക് ഒരു ബൾക്ക് സ്റ്റോക്ക് വന്ന സമയത്ത് ഇപ്പോൾ ആ ഒരു സ്റ്റോക്ക് അന്വേഷിച്ചപ്പോൾ ഈ റേറ്റിന് കിട്ടിയത്. ഇനിയും വില കൂടാനും ചാൻസ്, കാരണം 1500 ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നത്. നല്ല ഫോണാണ്, നല്ല ഡിമാൻഡാണ്. പക്ഷെ നമ്മൾ പരമാവധി കിട്ടിയ റേറ്റിന് കസ്റ്റമർ കൊടുക്കാനുള്ള പരിപാടിയാണ്. അതെ, അപ്പൊ മച്ചന്മാരെ ഇതും കൂടെ നോക്കി വെച്ചോ. TDR സാധനമാണ്, അല്ല കിഡിലൻ സാംസങ്ങിന്റെ ഫോൺ കേട്ടോ. ഓക്കെ, അടുത്തുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കരുത്. അതെ, അടുത്ത് അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് 25 ആണ്, സാധാ 25 സാധാ S25 കൊടുക്കാം. S25 ആണ്, S25 സാധാ S25 അൾട്ര അല്ലാത്ത S25. 25 128 ആണ് 2350. 2350 128. 250 ആണെങ്കിൽ 2550. 2550. 25 പ്ലസ് ആണെങ്കിൽ 256 2850. ഇനി നമ്മൾ പ്ലസ് പോയി. S25 പ്ലസ് അല്ലേ? S25ന്റെ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ S25 പ്ലസിലേക്ക് പോവാണ്. എത്ര? 2850 256 128 ഇല്ല, 128 ഇല്ല, 2850 അല്ലേ? 2850 2850 ദിർഹത്തിന് S25 പ്ലസ് കിട്ടും കേട്ടോ. 256 ആണെങ്കിൽ 3150. 3150
S25 പ്ലസ് ഇപ്പോഴത്തെ വില. ഓക്കെ, നോട്ട് ചെയ്തോ. ഓക്കെ, ഓക്കെ. ഇനി S24 അൾട്ര, S24 നമുക്ക് S23 അൾട്ര. ശരിക്കും പറഞ്ഞാൽ S22 അൾട്ര ഇത്ര വിജയിച്ചിട്ടില്ല അല്ലെ. S23 അൾട്രയും S24 അൾട്രയും S25 അൾട്രയും. 23 അൾട്രയാണ് അവരുടെ ഭാഗ്യം. S23 അൾട്ര മുതൽ കത്തിക്കേറി അല്ലേ. പിന്നെ തിരിഞ്ഞു നോക്കണമെന്നില്ല, പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. S23 അൾട്ര കത്തിച്ച ഒരുപാട് ആൾക്കാർ എഴുതി തള്ളിയിരുന്നു. അത് മാറിപ്പോയി. 23 അൾട്ര ഇറങ്ങി ആ എഴുതി തള്ളിയാറൊക്കെ വാക്ക് മാറ്റി പറയേണ്ടി വന്നു. അവർ ആ ക്യാമറ അത് ഇറക്കിയപ്പോഴാണ് അവർ സൂപ്പർ ആയത്. പൈസയും അതുപോലെ തന്നെ സാധനം കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കംപ്ലൈന്റ് വളരെ കുറവാണ്. പണ്ടൊക്കെ നമ്മളൊരു ചെറിയ ഫോണാണെങ്കിലും ഒരുപാട് റിപ്പയറിംഗ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് റിപ്പയറിംഗ് ഷോപ്പ് വളരെ കുറവാണ്. സർവീസ് സെന്റർ കുറഞ്ഞു. കാരണം ഇപ്പൊ ഇറങ്ങുന്ന ഒരു ഫോണും വലിയൊരു കംപ്ലൈന്റ് വരുന്നില്ല. ഏത് ഫോൺ, ചെറിയ ഫോണാണെങ്കിലും. പക്ഷെ ഇപ്പൊ ഇത് ഇറങ്ങി നോക്കുമ്പോൾ തീരെ കംപ്ലൈന്റ് വളരെ കുറവാണ്. വളരെ കുറവ്. താഴെ വീണെങ്ങാനും ഡാമേജ് ആകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളല്ലാതെ ഈ സോഫ്റ്റ്വെയർ പരമായിട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ S23 അൾട്ര സാംസങ്ങിനെ സാംസങ് ആക്കി S23 അൾട്ര. നോട്ട് 3 ആണ് സാംസങ്ങിന്റെ ഇതിന് മുമ്പത്തെ കിങ്. നോട്ട് 3 വമ്പൻ കിങ്. നോട്ട് ഇറങ്ങിയപ്പോ പെന്നും കൊണ്ട് നടക്കലായിരുന്നു. ഓ മോനെ, നോട്ട് 3 ലെവൽ സാധനമായിരുന്നു. അങ്ങനെ പഴയ ഓർമ്മകളുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് അടിച്ചോട്ടോ, ഏതാണ് നിങ്ങളുടെ ഫോൺ? നിങ്ങളൊക്കെ ആദ്യമായിട്ട് സാംസങ് ആയ ഒരു ചെത്തിയ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം നിങ്ങൾ ഒരു അയവറക്ക ഓർമ്മകൾ. എക്സ്പ്രസ് മ്യൂസിക് നോക്കിയതല്ലേ, റെഡ് കളർ, അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ സ്ലിമ്മും ഉണ്ടായിരുന്നു, റെഡ് 3 മോട്ടായിട്ടുള്ള ഉണ്ടായിരുന്നു. അതൊക്കെ ഉപയോഗിച്ചാലും കമന്റ് അടിച്ചോട്ടോ. ഒരു ലെവലെത്തി പോയി അത് ഇറങ്ങിയപ്പോ. അതെ, ആദ്യത്തെ ലെവല് സാധാരണ നമ്മളെ ടോർച്ച് ഫോൺ നമ്മൾ തമാശക്കുന്ന ഫോൺ. പക്ഷെ നോക്കിയ ലെവലിലേക്ക് ഇറങ്ങിയത് എക്സ്പ്രസ് മ്യൂസിക്കിലാണ്. പിന്നെ ഒരു ഫോൺ വന്നിരുന്നു അതിങ്ങനെ പല പോലത്തത്. അല്ലാതെ അപ്ഡേഷൻ ഇല്ലാതായി. നമ്മളിപ്പോ എപ്പോൾ അപ്ഡേഷൻ മനുഷ്യന്മാരായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരേ ചിന്ത ഒരേ ലെവലിലേക്ക് നമ്മളെന്താക്കണം മറ്റുള്ള ആൾക്കാരിലേക്ക് ഇറങ്ങിയിട്ട് അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരെ മനസ്സിലെന്താണോ അത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. മാത്രം നമുക്ക് മാർക്കറ്റിലേക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റും. എല്ലാത്തരത്തോളം കാലം നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കണം എന്ന് എപ്പോൾ നമ്മൾ വിചാരിച്ചോ അതോടെ നമ്മൾ ക്ലോസ് ആണ്. നമ്മൾ അവരെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ട് അവരെന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മൾ എപ്പോൾ ഇറങ്ങി ചെല്ലുന്നോ അതുവരെ നമ്മൾക്ക് എന്താ മാർക്കറ്റ് ട്രെൻഡിന് കണക്കായിട്ട് നമ്മളിപ്പോൾ എന്താണ് ട്രെൻഡ്, ആൾക്കാർ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താ നമുക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നല്ല, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മളെ പോളിസി നോക്കുകയല്ല. അവർക്ക് കസ്റ്റമർ എന്താണ് ആവശ്യമോ, കസ്റ്റമർ എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഇറങ്ങി ചെന്ന് അതിനൊക്കെയായിട്ടുള്ള സംഭവം ചെയ്യാത്തടത്തോളം കാലം ഒരു കമ്പനി വിജയിക്കൂല. അതാണ് നമ്മൾ നോക്കി. അതാണ് ഇപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇത് FE ആണ്. എന്റെ FE നമുക്ക് കൊടുക്കാം. FE ആണെങ്കിൽ FE ഒക്കെ വില ഒന്ന് കൂടിയിട്ട് ഒന്നും കൂടി കുറഞ്ഞു. ആദ്യം കൂടി പെരുന്നാൾക്ക് 1550 വരെ എത്തിപ്പോയിക്കും. 25 ദിവസം കൂടി നമുക്ക് ഇപ്പൊ നമ്മുടെ പഴയ റേറ്റിന് കൊടുക്കാം 1525. 1525ന് 256 FE ഇട്ടാ TDR സാധനം ഗാലക്സി S24 FE. ഓക്കെ. ഇനി BB നമുക്ക് FE ആണ് ഏറ്റവും വില കുറവ്. അതല്ല ഇനി 24 മതിയാണെങ്കിൽ 24 ആണ് റേറ്റിന് കൊടുക്കാം. S24 നോർമൽ S24 എത്രക്ക്? 24 ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം 24 128 ആണെങ്കിൽ 1850 കൊടുക്കാം. 1850 TDR ഗാലക്സി S24 128. ഓക്കെ, 256 ആണെങ്കിൽ 1975. 1975 ദിർഹം. ഈ 256 GB ഗാലക്സി S24 24 പ്ലസ് 256 മണിക്ക് 2400 കൊടുക്കാം. 2400 S24 പ്ലസ് 2400 512 വേണ്ടാക്കി 2650. 2650 S24 പ്ലസിന്റെ പ്രൈസാ പറഞ്ഞിട്ടാ. അപ്പൊ S24 അൾട്ര പറഞ്ഞു, S25 അൾട്ര പറഞ്ഞു, ഇനി S23 അൾട്ര. ഇനി BBA എനിക്ക് കൊടുക്കാൻ 24 അൾട്ര ഞെട്ടിക്കാണ്. വിളിയാട്ടപ്പോ ഞാൻ വിചാരിച്ചു ഞെട്ടിക്കാൻ പറഞ്ഞു കൂടി ആരോ പറഞ്ഞില്ല കുറച്ച് 5 റംസ് കുറച്ച് അതുകൊണ്ട് ആൾക്കുള്ള ഓഫറാണ് 5 റംസ് കൂട്ടിയിട്ട്. 5 റംസ് കൂട്ടിയിട്ട് കാരണം 5 റംസ് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അതെ, ഞങ്ങൾ 5 ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. S24 അൾട്ര ബന്ധേ. ഇപ്പൊ നമ്മൾ ഏകദേശം വീഡിയോ ചെയ്യുന്ന ഏകദേശം ഇവിടെ സമയം എത്രയാണെന്ന് അറിയാം. ഞങ്ങൾ ഏകദേശം 1 മണി 12 കഴിഞ്ഞ സമയം. ഇപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പുറത്തുനിന്ന് വന്ന് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബന്ദ് കണ്ടു വിളിക്കുകയാണ്. ഇപ്പൊ ദുബായിൽ ഇപ്പൊ 12 ആണെങ്കിൽ നാട്ടിൽ 2 മണി ആയില്ലേ? അല്ല 12 1 2 മണി 1.5 വ്യത്യാസം. ഓക്കെ, നമ്മൾ കഷ്ടപ്പാടിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഷോപ്പ് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഷോപ്പിൽ ആളില്ലാന്ന്. രാത്രി 12 1 മണിക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ അല്ലാതെ നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ അഷ്കർ ഖാന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. ആൾക്കാരുടെ ഇടയിലുള്ള ഓഫറുകൾ കാണണമെങ്കിൽ നമ്മൾ വരുമ്പോ രാത്രി വരുള്ളൂ. അതെ, എല്ലാ കാര്യം ഒന്ന് ഫ്രീ ആവും. കാരണം ഇങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോൺ മുന്നിൽ വെക്കണമെന്നുണ്ടെങ്കിൽ
ആള് ഫ്രീ ആണ്. കാരണം ഇല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്, പറയാൻ പറ്റില്ല. അക്ക അങ്ങനെ കാരണം നമുക്ക് കെയർ ചെയ്യാൻ പറ്റൂല. അതെ, അപ്പൊ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്? അതുകൊണ്ട് രാത്രി ഇതേപോലെ ക്ലോസ് ചെയ്തിട്ട് വീഡിയോ എടുക്കലാണ് നല്ലത്. അതെ. അപ്പൊ S24 Ultra എത്ര തരാം? അപ്പൊ നമ്മൾ കഴിഞ്ഞ 2810. ഓക്കെ, അപ്പൊ കുറച്ച് 5 റംസ് കൂട്ടുകയാണ് 2825 ദിർഹം S24 Ultra. 15 റംസ് കുറച്ചെന്ന് പറഞ്ഞാൽ ആരും ചീത്ത വലിക്കരുത്. കാരണം അവൻ ചെയ്തതല്ല, മാർക്കറ്റിൽ കൂടാണ്. കാരണം അവര് കോമഡി ആയിട്ട് പറഞ്ഞാണ്. പക്ഷെ 15 റംസ് നമ്മളിപ്പോ 10 ആയാലും 5 ആയാലും കുറഞ്ഞ നമ്മൾ അപ്പൊ കുറക്കും, കൂടിയാല് അപ്പൊ തന്നെ കൂട്ടും ചെയ്യും. അതെ. അപ്പൊ ഇനിയിപ്പോ സ്റ്റോക്കിന്റെ കൂട്ടൂല, നിങ്ങൾക്ക് ആ റേറ്റിന് തരും. ഇപ്പൊ സ്റ്റോക്ക് ഇല്ല, പുതിയ സ്റ്റോക്ക് വന്നതാണ്. അപ്പൊ ഇനി 2850 ആയിരിക്കും അടുത്ത വീക്കിൽ വരാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് വീണ്ടും പറയാണ്, ചീത്ത വിളിക്കണ്ട. മാർക്കറ്റിന്റെ ഹാല് അങ്ങനെയാണ്, അതായത് മാർക്കറ്റ് ഇപ്പോഴത്തെ ലെവൽ അങ്ങനെയാണ്, വില കൂടി കൂടി പോവാണ്. അപ്പൊ ഇപ്പൊ 2825 നമ്മൾ കൊടുക്കാൻ പോവാണ്. ബ്ലാക്ക് വേണ്ടൊക്കെ ബ്ലാക്ക് എടുത്തോ, ഗ്രേ വേണ്ടൊക്കെ ഗ്രേ എടുത്ത് 2 കളറും കൊടുക്കും. ഇപ്പോഴത്തെ റേറ്റ് നല്ല റേറ്റ് ആണ്, 256 GB ആണ്, 2825. അപ്പൊ പിടിച്ചു 2825 തരുന്ന ആരെങ്കിലും വേണമെങ്കിലും വിളിച്ചോ വന്നോ. അതന്നെ 512 വേണ്ടാക്ക് 3150 3150 512 GB S24 Ultra ബെറ്റർ ആയിട്ട് തോന്നുന്നതാണ്. 3150 ആ റേഞ്ചിൽ നമുക്ക് എന്താ 512 കൊടുക്കാൻ പറ്റും. വന്നിട്ട് വാങ്ങിക്കോ, കുഴപ്പമില്ല. അതാണ് ലാഭം. അപ്പൊ 512 GB സ്പെഷ്യൽ ഓഫർ ഇട്ടാ 3150 3150 ഉണ്ട്. 3100 ദിർഹത്തിന് 512 കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 256 മേടിക്കേണ്ട, അതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ 512 GB മേടിക്കാം. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരാണെങ്കിലും എന്തായാലും നോക്കട്ടെ അല്ലേ. ഓക്കെ, 1 TB ഇല്ല. S24 Ultra 512 സ്പെഷ്യൽ ഓഫർ. ഓക്കെ, അടുത്ത ഇനി ഐഫോൺ. അതുമില്ല. ഇനി നമ്മളിപ്പോ സാംസങ് എല്ലാം പറഞ്ഞു. ഇനി ഐഫോണിലേക്ക് പോകാം. സാംസങ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് അടിച്ചോ, തരുന്നതായിരിക്കും. ഏതാ വേണ്ടത് അല്ലേ. ഇനി ഐഫോണിലേക്ക് പോകാം. ഐഫോൺ നമുക്ക് പാലക്കാട് ചെറിയ മോഡൽ തുടങ്ങാം. പാലക്കാടൻ പയ്യനാട്ടാ, തൊട്ടപ്പുറത്തുള്ള ഗ്രോസറിയിലെ പയ്യനാണ്. അവന് ഫോൺ മേടിക്കുന്നു പറഞ്ഞത് നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ പ്രത്യേകം വീഡിയോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ TDR 128 GB ഇതേതാ കൊടുത്തു? 1600 കൊടുക്കാം. 13 അല്ലേ? മനസ്സിലാവുന്നില്ല ഇതിൽ എഴുതി. iPhone 13 എത്രയ്ക്ക് കൊടുക്കും? iPhone 13 1600 പിടിക്കുക. 1600 ദിർഹത്തിന് iPhone 13 128. അതെ, ഇനി അത് 13 512 അടിപൊളി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 512 മെമ്മറി കൂടുതൽ വേണമെന്ന് ആരൊക്കെ പറയുന്നുണ്ട്. 2250 കൊടുക്കാം. പിടിക്കേ 2250 512 GB 13 ഇട്ടാ സ്പെഷ്യൽ ഓഫർ. ഇനി അതല്ല, ഇനി 40 വേണ്ട. കാരണം 40 നമുക്ക് റേറ്റ് കൊടുക്കാം. 2000 രൂപ കൊടുത്താൽ 2000 ഒരു 14 തരാം. iPhone 14 വേണോ? 128 GB iPhone 14 വെറും 2000 തരാം. വെറും 2000 തരത്തിന് iPhone 14 128 GB. ഇതിന്റെ വേറെ ഇതിലുണ്ടോ? 14 പ്ലസ് ഉണ്ട്. ഓക്കെ, ഇതിന് 512 1 TB ഓഫറിൽ വന്നില്ല. 14 മാത്രമേ ഉള്ളൂ. 14 പ്ലസ് ഒരു ഓഫറിൽ എത്രയ്ക്ക് കൊടുക്കാം? 14 പ്ലസ് 128 ആണെങ്കിൽ 2250. പിടിക്കേ 2250 128. ഓക്കെ, 512 ആണെങ്കിൽ 2650. പിടിക്കേ 2650 512 GB iPhone 14 പ്ലസ് ഇട്ടാ. ഓക്കെ, ഡൺ. ഇനി 60 വേണോ? iPhone 16 പോവാ. 14 കഴിഞ്ഞിട്ട് 15 പറഞ്ഞില്ല. 15 Pro 15 Pro Max iPhone 15 കൊടുക്കുക 2300. 2300 എത്ര GB? 128 GB. 256 GB സ്റ്റോക്ക് ഇല്ല. അതിന്റെ പ്ലസ് ആണ് എന്റെ സ്റ്റോക്ക് ഉണ്ട്. 15 പ്ലസ്. അതെ, 15 പ്ലസ് വെച്ചാൽ 128 GB ആണെങ്കിൽ 2400 കൊടുക്കാം. 2400 128 GB 15 പ്ലസ്. 256 ആണെങ്കിൽ 3000 ദിർഹംസ് കൊടുക്കാം. 3000 തരാം. അപ്പൊ നിങ്ങൾക്കുള്ള A to Z ഫോണിന്റെ പ്രൈസ് നമ്മൾ പറയേണ്ടതുണ്ട്. നിങ്ങള് അപ്പൊ ഏതാണ് ആഗ്രഹങ്ങൾക്ക് ഉള്ളതെന്ന് അറിയില്ല. നിങ്ങൾ വന്നോ, നിങ്ങൾക്ക് സാധനം കിട്ടും. ഏത് കളറും ഏതും കിട്ടും. 15 Pro Max 15 Pro കിട്ടാനില്ല. Pro കഴിഞ്ഞു. iPhone 15 Pro ഞങ്ങള് പരിപാടി നിർത്തി. ഇനി അടുത്ത ഓഫറിൽ കിട്ടുമെങ്കിൽ അഷ്കരൊക്കെ കൊണ്ടുവരും. അതെ, കിട്ടുകയാണെങ്കിൽ കിട്ടുന്നില്ല. അപ്പൊ 15 Pro കഴിഞ്ഞിരിക്കുകയാണ് സാധനം. 15 Pro കഴിഞ്ഞിരിക്കുകയാണ്. 15 Pro Max ആണ് ഇനിയുള്ളത്. എത്ര പ്രൈസ്? 15 Pro നമുക്ക് കൊടുക്കുക 256 GB കൊടുക്കുന്നത് 3750. 3750ക്ക് 15 Pro Max കുറച്ചുള്ളൂ സാധനം. 15 Pro Max വേണ്ട ഒരു വേഗം വന്നോ. ഇനി 512 കൊടുക്കുന്നത് 4150. 4150. ഇനി 1 TB കൊടുക്കുന്നത് 4400. 4400 1 TB. Pro കഴിഞ്ഞു. Pro Max കുറച്ചുള്ളൂ. 15 സീരീസ് മേടിക്കാൻ ആഗ്രഹമുള്ള ഒരു വേഗം വന്നോ. ഓക്കെ, അടുത്ത 60. ഓക്കെ, iPhone 60 സീരീസ് പോകുന്ന മുന്നേ നമ്മളെ ഇതുണ്ട് SE ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. 16E വേണോ? 16E എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 128 2000 രൂപ കൊടുക്കും. 2000 ദിർഹത്തിനുണ്ടോ? 128 GB വെറും 2000 ദിർഹത്തിന്. ഇനി 256 GB ആണെങ്കിൽ നമ്മൾ 2600 കൊടുക്കും. 2600 ദിർഹത്തിനും 16E സ്പെഷ്യൽ ഓഫറിലാട്ടോ പ്രൈസ്. വെച്ചാൽ 16 ഇപ്പോ ആപ്പിളിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ 16E TDR സ്റ്റോക്ക് വെച്ചാൽ. ഓക്കെ, ഡൺ. അതിരിക്കട്ടെ. അപ്പൊ ഇനി ഈ ഇട്ടില്ല എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. ഇനി
16 Pro Max 16 ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം 128 2225 2225 അതെ 2225 ഐഫോൺ 16 128 GB ആണ് 2950 പിടിക്ക് 2950 256 GB ഐഫോൺ 16 ഇനി അതൊന്നുമല്ല നിങ്ങൾക്ക് 16 പ്ലസ് ആ വേണ്ടി ഉണ്ടെങ്കിൽ 128 GB കൊടുക്കുന്നത് 2950 2950 16 പ്ലസ് 128 2950 അതന്നെ നിങ്ങൾക്ക് 256 GB ആണെങ്കിൽ 3250 കൊടുക്കാം പിടിക്കും 3250 ദിനത്തിന് 16 പ്ലസ് 256 256 GB പിന്നെ 5 രൂപ തന്നെ 1 TB എന്തെങ്കിലും ഉണ്ടോ? 1 TB ഒന്നുമില്ല. ഓക്കെ ആരും ആള് ഇല്ല. അതെ നോർമൽ മോഡലില് മാക്സിമം 128 256 പോകുന്നുള്ളൂ. ഓക്കെ ഡൺ. അടുത്ത് പിന്നെ വില കുറയും. നമ്മളിപ്പോ 15 14 ഒക്കെ പറഞ്ഞ പോലെ പ്ലസിലൊക്കെ വില കുറയുന്ന സമയത്ത് ആൾക്കാരുണ്ട്. നോർമൽ വില കൂടിയ സമയത്ത് ഇല്ല. പിന്നെ അതിൽ നല്ലത് പിന്നെ പ്രോ മാക്സ് എടുക്കുന്നത് തന്നെയാണല്ലോ. അതെ ഓക്കെ ഡൺ. ഓക്കെ അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇനി 16 Pro കൊടുക്കാം. 16 Pro നമുക്ക് ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. 16 Pro ഇതാ വില കുറഞ്ഞ കൂടിയാ വില കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ കൂട്ടുന്നില്ല. അതെ 16 Pro നല്ലൊരു പ്രൈസ് തരാനാണ്. 16 Pro എത്ര 3600 കൊടുക്കും. 128 3600 3600 ദിനത്തിന് 128 GB 16 Pro. ഇനി 256 GB 3950 3950 256 GB. ഇനി 512 ആണെങ്കിൽ 4700 4700 ദിനം 16 Pro. ഓക്കെ 1 TB ഉണ്ട്. 1 TB ഉണ്ട്. 1 TB ആണെങ്കിൽ 5350 5350 ദിനത്തിന് 1 TB 16 Pro നിങ്ങൾക്ക് തരട്ടോ. ചമാരെ സാധനം നിങ്ങൾക്ക് ബോക്സ് പീസ്. ഓക്കെ ഇനി 16 Pro Maxിലേക്ക് നമ്മൾ പോണേ. 16 Pro Max കൊടുക്കാം. ഓക്കെ 16 Pro Max നിങ്ങൾക്ക് ഇത്തവണ വില കുറച്ചൊന്നും കൂടിക്ക് കൂട്ടുന്നില്ല. ഓക്കെ ഡൺ. 4150 പിടിക്കേ 4150 ദിർഹത്തിന് 16 Pro Max 256 നിലവാര പട്ടിക. അപ്പൊ ഈ വീക്കിലെ എന്താണ് വില ആ വിലയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കൂടിയിട്ട് കുറഞ്ഞിട്ട് അതെല്ലാം ലെവലിലാണെങ്കിൽ അതേ ലെവലിൽ പറയാണ്ട് കഴിഞ്ഞ വീക്കിൽ കൊടുത്ത അതേ റേറ്റ് തരാണ്. വില കൂടിയിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് അത്യാവശ്യം സ്റ്റോക്കും കാര്യമുണ്ട്. പെട്ടെന്ന് വന്നു പോയാൽ ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ 4 ഡേയ്സ് നിങ്ങൾക്ക് ഈ റേറ്റിൽ സാധനം കിട്ടും. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ വില കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടിട്ടും കുറഞ്ഞിട്ടിട്ടും കുറയാൻ ചാൻസ് 99% ഇല്ല. ഓക്കെ അതാണ് കളി. ഓക്കെ അപ്പോ 4150 16 Pro Max. ഓക്കെ അടുത്ത 512 ആണെങ്കിൽ 4950 4950 512 GB. ഇനി 1 TB ആണെങ്കിൽ 5600 5600 ദിർഹം 1 TB 16 Pro Max. ഓക്കെ ഇനി നമുക്ക് ഐപാഡ് വേണോ? ഐപാഡ് ഓഫർ ഉണ്ടാ? ആരോ ഐപാഡ് 10 എന്തോ ഓഫർ അതിൽ ചോദിച്ചു. ഓക്കെ എത്ര കൊടുക്കാം? 10 നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ഐഫോൺ 10 64 GB ആണെങ്കിൽ 1050 കൊടുക്കും. 1050 ഐപാഡ് വാങ്ങാനുള്ള ആഗ്രഹമുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 64 GB ഉണ്ടാവും. കൊടുക്കുന്നത് 1050. വലിയ മെമ്മറി ഒക്കെ വേണോ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 256 GB 1550 കൊടുക്കാം. 1550 ആർക്കും എയർ മേടിക്കണം, എയർ M2 തന്നെ മേടിക്കണം. M2 നമുക്ക് ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. M2 128 GB ആണെങ്കിൽ 1900 കൊടുക്കാം. 1900 ലേറ്റസ്റ്റ് മോഡൽ. അപ്പൊ നിങ്ങൾ സാംസങ് ആയിരിക്കും വേണോ? വില കുറച്ചിട്ട് സാംസങ് കാണിക്കണമെങ്കിൽ A9 പ്ലസ് 5G ഉണ്ട്. 5G ഉണ്ട്. ഇത് നമുക്ക് ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. ഒരു 599 അതും കൊടുക്കാം. 599. അപ്പൊ നമ്മളെ പറയണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഐഫോണും സാംസങ്ങും മാത്രമാണ് പറയണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഐപാഡ്, മാക്ബുക്ക്, സാംസങ്ങിന്റെ ടാബ് ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും. നിങ്ങൾ കമന്റ് ഇട്ടു. നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ള കമന്റ് ഇട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളെ 200 ആണ്. വിവോന്റെ. അത് ഞാൻ മുന്നേ പല വീഡിയോയിലും പറഞ്ഞാണ്. വിവോ 200 സംഭവം മാർക്കറ്റിൽ എവിടെയില്ല. വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ തന്നെ ഇടും വീഡിയോ. കാരണം ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഉള്ളതാണെങ്കിൽ ഇതേപോലെ കമന്റ് ബോക്സിൽ നമ്മൾ നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഓർമ്മ വെച്ചിട്ട് ഞങ്ങൾ പറയുന്നത്. ഇവിടെ കുറച്ച് മഞ്ഞ ഫോണൊക്കെ ഉണ്ടല്ലേ? ഇപ്പൊ പുതിയ ഇറങ്ങിയതാണ്. എക്സ്മാർട്ട് റിയൽമി. ഇന്നലെ പുതിയ ഇറങ്ങിയതാണ്. എക്സ്മാർട്ട് റിയൽമി 18 month വാറന്റിയാ. 18 മാസം ഒഫീഷ്യൽ ഏജന്റ് റിയൽമി. റിയൽമിയുടെ 18 മാസം വാറന്റി ഉള്ളത്. ഇവിടെ കാണുന്ന ഫോൺ മുഴുവൻ ഒറ്റ കമ്പനിയാക്കി TDR സാധനം കിട്ടൂല. അതെ TDR എന്ന് പറഞ്ഞാൽ ദുബായിയുടെ ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റി അപ്രൂവൽ തരണം. അത് അപ്രൂവൽ ഉണ്ടെങ്കിലേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ റിയൽമിയുടെ പുതിയ ഫോൺ എങ്ങനെയുണ്ട്? എക്സ്മാർട്ട് റിയൽമി എന്താ പേര്? എക്സ്മാർട്ടിന്റെ പേര് ഞാൻ സ്റ്റിക്കർ കമ്പനി സപ്ലയർ ഇതാണ്. അതെ ഞാൻ പറഞ്ഞത് റിയൽമി 12 5G. എന്താ വില? ഇതിന് നമുക്ക് നല്ല റേറ്റ് കൊടുക്കാം. ഇത് നമുക്ക് GB ഡിപെൻഡ് ചെയ്തിട്ടാണ്. 512 ഉണ്ട്, 256 ഉണ്ട്. 256 GB ആണെങ്കിൽ ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. 256 GB നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമർ ഇവർക്ക് വേണ്ടിട്ട് നല്ല റേറ്റ് ആണ്. 8 GB റാം 256 GB മെമ്മറി ഇട്ട് അതില് സാധനം നോക്കിയോ. പിന്നെ 108 MB 3x സൂം ഉണ്ട്, ക്യാമറ ഉണ്ട്, 45 ചാർജ് ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്,
സൺലൈറ്റ് ഡിസ്പ്ലേ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്, 5G 5G. ഇത് 5G പ്രത്യേകം 108 മെഗാ പിക്സൽ ക്യാമറയാണ് കേട്ടോ. 108 മെഗാ പിക്സൽ 3x സൂമിംഗ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പോർട്രേറ്റ് ക്യാമറയാണ്, അടിപൊളിയാണ്. 45 വാട്ട്സ് ചാർജ് ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്, ഡബിൾ സ്പീക്കറാണ്, നല്ല ഇത് സൗണ്ട് കിട്ടും, ഡ്യുവൽ സ്പീക്കർ. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾക്ക് 256 അതുകൊണ്ട് തന്നെ നിങ്ങൾ വില കൂട്ടുന്നില്ല, കുറയ്ക്കോ? കുറക്കാണ്. ഓപ്ഷൻ കൂടുമ്പോൾ വിലയും കുറക്കും. ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞു വില കൂട്ടാൻ അല്ലല്ലേ? ഇല്ല, 630 ദിർഹംസിന് കൊടുക്കും. 630 ദിർഹത്തിന് റിയൽമി 5G മൊബൈൽ വെറും 630 ദിർഹത്തിന് 5G മൊബൈൽ. ചെറിയ ഫോണുകൾ മേടിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള. അതല്ല, നിങ്ങൾക്ക് മെമ്മറി കൂടുതലാണ്, 512 GB വേണം, അത് നമുക്ക് ബെസ്റ്റ് റേറ്റിന് കൊടുക്കാം. ഇതിന് 512 ഒരു 100 ദിർഹംസ് എക്സ്ട്രാ തന്നെ. ഓക്കെ, ഒരു 100 ദിർഹം കൂടെ കൂടുതൽ ഇടുന്നു കഴിഞ്ഞാൽ അതിന് 512 GB തരും. അതെ, 830 കഴിഞ്ഞാൽ 512. മോട്ടറോള 5G ഫോണൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. Y39 ഉണ്ട്, അതുപോലെ തന്നെ ഇറങ്ങിയ ഫോണാണ് ഇതൊക്കെ. ഇന്നലെ ഇതൊക്കെ 5G ആണ്, ഇപ്പം പുതിയ വന്നതാണ്, അത് വന്നിട്ടുണ്ട്. അതുപോലെ വില വന്നത് അത് വില പറഞ്ഞ് നടക്കണം, നമുക്ക് 5G കൊടുക്കാം. 5G വിട്ട് കളിയില്ല. 5G വെച്ചാൽ ഇതാ നല്ല റേറ്റ് ഉണ്ടോ. വിവോ Y39 5G ഫോൺ വേണം മക്കളെ. ഇതാ സാധനം 1500 mAh ബാറ്ററി, 44 വാൾട്ട് ഫ്ലാഷ് ചാർജ് ഉണ്ട്, അതുപോലെ 4nm സ്നാപ്ഡ്രാഗൺ 5G ആണ്. പിന്നെ എന്താ സ്കോട്ട് എക്സ്റ്റൻഷൻ, അൾട്രാ ടോപ്പ്, വീണാലൊന്നും പറ്റൂല. 8+8 ആണ് വരുന്നത്. മെമ്മറി 256 GB വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. 6500 ഏറ്റവും വലിയ ബാറ്ററി. 1500 നിങ്ങൾ വായിച്ചത് കേട്ടോ, കുറച്ച് നേരത്തെ 6500 വായിച്ചാൽ ഞാൻ കേട്ട മാറിയതാണ്. അപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്. 1500 കൂടുതലാണ്. എന്തായാലും വായിച്ച നന്നായി. സാധാരണ 5000 എല്ലാത്തിലും mAh ബാറ്ററി വരും, ഇതിലൊക്കെ 5000 ആണ്. ഇതിൽ 6500 mAh, 6500 mAh ബാറ്ററി. നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോണ് വില കുറഞ്ഞിട്ട് മേടിക്കണം, ഇത് എടുത്തോ. നല്ല 6500. വിവന്റെ സാധനം നിങ്ങൾക്ക് അറിയാലോ, നാട്ടിലും വാറണ്ടി കിട്ടുന്നതാണ്, GCC വാറണ്ടിയാണ്. അവിടെ നാട്ടിൽ വാറണ്ടി കിട്ടും, നാട്ടിലുണ്ട്. നല്ല റേറ്റ് നമ്മൾ കൊടുക്കാൻ പോകണം കേട്ടോ. 789. അത് പിടിക്കും. 789 നല്ല നമ്പർ. 789 256 GB വിവോയുടെ ഫോൺ. ബെസ്റ്റ് ആയിട്ട് ആരെങ്കിലും അന്വേഷിക്കുന്നത് എടുത്തോ. അതുപോലെ ബാറ്ററി ബാക്കപ്പ് കൂടുതൽ പെട്ടെന്ന് V2436 ക്യാമറ അടിപൊളി ക്യാമറ ആണ് കേട്ടോ, വിവോയുടെ. അടിപൊളി ക്യാമറയാണ്. ഓക്കെ, വിവോയുടെ ക്യാമറയാണ്. ഡിസൈൻ ആണെന്ന് കാണിച്ചു കൊടുത്തോ. അയ്യോ കൊള്ളാലോ. വിവോ ആരാധകൻ മോഡലാണ്, ലേറ്റസ്റ്റ് മോഡൽ വിവോ ഇന്നലെ എത്തിയത്. പുതിയ ഫോൺ വിവോ 39 ആഗ്രഹമുള്ളവർ കാണിച്ചു കൊടുത്തോ. ഫ്രണ്ടിലെല്ലാം ഡീറ്റെയിൽസ്, ക്യാമറ കാര്യമെല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട. പിന്നെ അതുപോലെ വില കുറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ വില കുറഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. റെഡ്മി 13, 14 എല്ലാം ഉണ്ട്. റെഡ്മി A3 ഉണ്ട്, ഇതുണ്ട്, എല്ലാ കാര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഇത് വേണം, ഹോണറിന്റെ ടാബ് ഉണ്ടെങ്കിൽ ഹോണറിന്റെ ടാബ് ഉണ്ട്, പറഞ്ഞാൽ വേണ്ട. അതുപോലെ വിവോന്റെ ആരൊക്കെ 40 ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കമന്റില്. V40 ഉണ്ട്. നിങ്ങൾക്ക് ഏടെയും കിട്ടാത്ത സാധനം ഇവിടെ കിട്ടും. മാക്സിമം ഞങ്ങൾ സാധനം കൊണ്ടുവെക്കും. പരമാവധി മാർക്കറ്റ് തന്നെ 1-2 സ്റ്റാഫുകൾ നമ്മളെ പർച്ചേസിങ്ങിനായിട്ടുണ്ട്. എവിടെ ഉള്ളത് നോക്കിയിട്ട് പിന്നെ എങ്ങനെയും കണ്ടെടുത്ത് വരൂല. വിശ്വാസമുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുള്ളൂ. നമുക്ക് കുറേ ഡീലേഴ്സ് ഉണ്ട്, അവരൊക്കെ എന്താണ് അവിടെ ഉള്ള ഒരു പീസാണ് നമ്മൾ എടുത്ത് ഓടി വരും. നാളെ ഡീലേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഓടിക്കട്ടെ, ഞങ്ങളെ വിശ്വാസമുള്ളവരെ എടുക്കുള്ളൂ. ഡീലേഴ്സ് കണ്ട പ്രശ്നമൊന്നും. അതെ, ചില ഡീലേഴ്സ് നമുക്ക് പണിയും കിട്ടിയതുണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ വെടിക്കറ്റ് ഓഫർ എല്ലാവരും നിങ്ങൾ ഹാപ്പിയായി വിചാരിക്കുന്നു അല്ലേ? അപ്പൊ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങൾ കമന്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ഉഷാറാക്കുക. നിങ്ങൾ കമന്റ് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. കമന്റ് ആണ് നമ്മൾ ഏറ്റവും മേല്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗിഫ്റ്റും കാര്യം തരുന്നത്. നമുക്കൊരു സപ്പോർട്ടിങ് കൂടിയാണ്. അതുപോലെ തന്നെ കമന്റ് മാത്രം നോക്കി വരാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ഒരു പ്രോത്സാഹനം കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ കമന്റ് ഇടുക. അതുപോലെ നമ്മൾ നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് തരാം. അതുപോലെ തന്നെ നമ്മൾ ഗിവ് ഒക്കെ കൊണ്ടുവരും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ അടുത്ത് തന്നെ ഒരു ഗിവ് വരുന്നുണ്ട്. അപ്പൊ പല ആൾക്കാരെ ഇറക്കി ഒരു കമന്റ് കാണുന്നുണ്ട്, ഗിവ് എന്താ വരാത്തതെന്ന് ചോദിച്ചിട്ട്. അതിനൊരു സമയം വെയിറ്റ് ചെയ്താണ്. കാരണം ഒരു ഗിവ് S26 ഇറങ്ങാറായോ? ഇല്ല, അത് 70 ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഐഫോൺ ഇറങ്ങുന്നതിന്റെ 17 ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഗിവ് വരും. വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കമന്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ബാക്കി ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ നല്ല അത്യാവശ്യം ലോങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും താങ്ക് യു. എന്തായാലും അടുത്ത ആഴ്ച കാണാം. അപ്പോൾ ഈ ആഴ്ച എല്ലാവരും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു.